റോയ് കണ്ണഞ്ചിറ, ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ UDF MP മാർ കേരളത്തിൽ നിന്ന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടപ്പോൾ കാരണമായി പറഞ്ഞത് 600ഓളം വരുന്ന കുടുംബങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അതിൽ അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നായിരുന്നു. പക്ഷേ പിന്നീട് ഈ ജബൽപൂരിലെ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവം, ഒഡീഷയിലെ സംഭവങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ശ്രീ KV സരിദാസ് പറഞ്ഞ താങ്കൾ കേട്ടല്ലോ, ഈ രാജ്യത്ത് ഏത് മതവിഭാഗമാണെങ്കിലും ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ നിയമപരമായി ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുകയും ഈ കുറ്റക്കാരെ ശിക്ഷിക്കുകയും ചെയ്യും. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ ചുമതല. ഇത് അമിത്ഷാ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് താങ്കൾ കേട്ടു. ഈ വാക്കുകളെ താങ്കൾ സഭ പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? ഇന്ന് ദീപികയിൽ വന്ന ദീപിക മുഖപ്രസംഗം എഴുതിയപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം ഞാൻ വായിക്കാം. ജബൽപൂരിൽ ക്രൈസ്തവ വിശ്വാസികളെയും പുരോഹിതരെയും പോലീസിന് മുന്നിലിട്ട് മർദ്ദിച്ച സംഘപരിവാറിന്റെ ബലം സംസ്ഥാനത്തും കേന്ദ്രത്തിലും അധികാരത്തിലുള്ളത് BJP ആണെന്ന ധൈര്യമാണ്. അത്തരമൊരു സംരക്ഷണ കേന്ദ്രമല്ല തങ്ങൾ എന്ന സന്ദേശം കൊടുക്കാൻ ഈ BJP സർക്കാരുകൾ തയ്യാറായാൽ അന്ന് തീരും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അന്നു തീരും കുറ്റവാളികളുടെ പക്ഷത്തേക്ക് കൂറുമാറിയ പോലീസിന്റെ കുറ്റകരമായ നിഷ്ക്രിയത്വം. ജബൽപൂരും അതുമാത്രമാണ് ഓർമ്മിപ്പിക്കുന്നതെന്ന്. ഇതിലേത് നിലപാടിനൊപ്പമാണ് ഫാദർ താങ്കൾ നിലയുറപ്പിക്കുന്നത്? ഇവിടെ ഇപ്പോൾ നടന്ന ഈ ചർച്ചയിൽ ഞാൻ പറയുന്നത് കേൾക്കാവോ? കേൾക്കാം. ഓക്കെ. ഇവിടെ പങ്കെടുത്ത 3 പേരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഓരോരുത്തരും അവരവരുടെ നിലപാട് വളരെ യുക്തിഭദ്രമായി ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ വളരെ ശ്രദ്ധയോടെ പരിശ്രമിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യത്തിൽ മുനമ്പത്തെ വഖഫ് വിഷയത്തിൻ്റെ ഇരകളായ മുനമ്പം ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ എടുത്ത വഖഫ് ബില്ലിൽ വരുത്തിയ ഭേദഗതിയെ കോൺഗ്രസിലെ MP മാർ മാത്രം പിന്തുണയ്ക്കണമെന്നല്ല കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ എല്ലാ MP മാരും പിന്തുണയ്ക്കണം എന്നാണ്. കാരണം അങ്ങനെ പിന്തുണച്ചാൽ മാത്രമാണ് ഈ മുനമ്പം ജനതയ്ക്ക് അവരിന്നോളം അനുഭവിച്ചുകൊണ്ടിരുന്ന അവരുടെ വസ്തുക്കൾ അവരുടെ തുടർ ജീവിതത്തിന് സഹായകരമായ രീതിയിൽ തിരിച്ചു കിട്ടുകയുള്ളൂ, കരമടയ്ക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ അതിന് കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ MP മാർ അല്ലെങ്കിൽ UDF-ൻ്റെയോ LDF-ൻ്റെയോ MP മാർ ലോകസഭയിൽ ആ ഒരു ആഹ്വാനത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചില്ല. അത് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതിനവർക്ക് അവരുടേതായ രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടായിരിക്കാം. അവരതിനോട് പ്രതികരിച്ചാൽ കേരളത്തിൽ വഖഫ് നിയമത്തെ പിന്തുണയ്ക്കുന്ന സമൂഹത്തിൻ്റെ സപ്പോർട്ട് അവർക്ക് നഷ്ടപ്പെടും എന്ന് ഈ 2 വിഭാഗക്കാർക്കും വ്യക്തമായ ഭയാശങ്കകൾ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവർ വളരെ സമൃദ്ധമായി ഒരു കൂട്ടർ വഴുതി മാറുകയും മറുകൂട്ടർ സാധിക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു നിയമ ഭേദഗതിയെ എതിർക്കാൻ പരിശ്രമിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. അത് കേരളത്തിലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജബൽപൂരിലും ഒറീസയിലും ഈ ദിവസങ്ങളിലുണ്ടായ ക്രൈസ്തവ ആക്രമണങ്ങളെ അത് BJP-യുടെ പിന്തുണയുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് അത് സംഭവിച്ചത് എന്നത് അതും നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എനിക്ക് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരുടെ ജീവിത സുരക്ഷിതത്വം മാത്രമല്ല ക്രൈസ്തവ സഭകളുടെ പ്രവർത്തനങ്ങളുടെ മാർഗരേഖയിലുള്ളത്. ഇവിടെ ഇപ്പോൾ ഓർഗനൈസറിൽ കുറേയേറെ സ്ഥാപനങ്ങളുടെ പേരും ഒട്ടേറെ കോടിക്കണക്കിന് ഏക്കറുകളുടെ ലിസ്റ്റൊക്കെ വന്നിരുന്നല്ലോ. അത് അവർ പിൻവലിച്ചു എന്നും പറയുന്നു. അതിനെപ്പറ്റി ആ പാർട്ടിയുടെ അനുഭാവിയായ ഈ ചർച്ചയിലെ വ്യക്തി തന്നെ സൂചിപ്പിച്ചത്, ശിവദാസ് സാർ തന്നെ സൂചിപ്പിച്ചത്,
തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ട് പിൻവലിച്ചതാണ്, തെറ്റാർക്കും പറ്റാം എന്നുള്ളതാണ്. ഇനി എനിക്ക് RSSനോട് ഒരു ചെറിയ ചലഞ്ചും കൂടെ വയ്ക്കാനുണ്ട്. ഇപ്പോൾ RSS ഇവിടെ പുറത്തുവിട്ടു എന്ന് പറയുന്ന, ഓർഗനൈസറിലൂടെ പുറത്തുവിട്ടു എന്ന് പറയുന്ന ഈ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അത് എവിടുന്ന് കിട്ടി എന്നറിഞ്ഞുകൂടെ. ആർക്കും ആരുടെയും പേരിൽ ഇതുപോലെ ലിസ്റ്റ് ഉണ്ടാക്കി പബ്ലിഷ് ചെയ്യാം. അതിന്റെ വസ്തുത എത്ര പേര് അന്വേഷിക്കുന്നുണ്ട്? ഇത് സത്യമാണോ അല്ലയോ എന്ന് എത്ര പേര് അന്വേഷിക്കുന്നുണ്ട്? അത് എത്ര പേർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഇതുപോലൊരു ചാനൽ ചർച്ചയിൽ ഒരാളിത് മുഴുവൻ ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ഒരാളിത് ഇങ്ങനെ, ഇപ്പോൾ ജെയ്സി തോമസ് അത് മൊത്തം വായിച്ചു. ഇന്നത്തെ ഈ ചർച്ച കേൾക്കുന്ന നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം കുറേ പേര് അത് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട്, പത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. ഇന്നത് കുറച്ച് പേര് കേട്ടു. അങ്ങനെ 19,000 കോടി ഏക്കർ സ്വന്തമായിട്ടുള്ള ഒരു സഭാ സമൂഹമാണിത്, പള്ളികൾക്കാണ് ഈ സ്വത്ത് മുഴുവനുള്ളത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലെ വസ്തുതാ വിരുദ്ധത എവിടെയാണ് വെളിപ്പെടുത്താനുള്ള സാഹചര്യമുള്ളത്? ആരോടാണ് ഇത് വ്യക്തമാക്കാനുള്ള സാഹചര്യമുള്ളത്? ഇന്നിപ്പോൾ ഇങ്ങനെ 24-ൽ ഇങ്ങനെ എന്നെ വിളിച്ചപ്പോൾ എനിക്കിത് ചോദിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങളുമുണ്ട്. എനിക്കിനി RSSന് മുമ്പിൽ ചോദിക്കാനുള്ള ഒരു കാര്യം, ഇത്രയും സ്ഥാപനങ്ങളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ള ഒരു HR ഓഡിറ്റ് കൂടെ നടത്തുമോ? RSS നടത്തുമോ? ഈ ഇത്രയും സ്ഥാപനങ്ങൾ ഏതൊക്കെ സ്ഥാപനങ്ങളാണ്? ആതുരാലയങ്ങൾ അതിനകത്തുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ഒപ്പം മെഡിക്കൽ കോളേജുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കൾ ക്രൈസ്തവർ മാത്രമാണോ? ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ ഇത്രയും സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ, അതുണ്ടോ ഇല്ലയോ എന്നുള്ള കണക്ക് എനിക്ക് വ്യക്തമല്ല. ഇപ്പോൾ ഈ കേട്ട കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കമന്റ് പറയുകയാണ്. ഇത്രയും സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ ജനാധിപത്യ സംസ്കാരം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന്, ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കനുസരിച്ച്, ആ നിയമങ്ങൾക്കനുസരിച്ച് അവർ ഇത്രയും കാലം പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമല്ലേ ഈ സ്ഥാപനങ്ങൾ മുഴുവൻ ഇവിടെ ഇത്രയും കാലം നടന്നത്? അല്ലെങ്കിൽ ഒറ്റ ദിവസത്തിനപ്പുറത്ത് രണ്ടാം ദിവസം ഈ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കുമോ? നിയമവിരുദ്ധമായി, സർക്കാരിന്റെ നൽകുന്ന നിയമത്തിന് വിരുദ്ധമായി, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഭാരതത്തിൽ നടക്കുന്നതെങ്കിൽ രണ്ടാം ദിവസം നടക്കുമോ? ഇല്ലല്ലോ, അത് പൂട്ടിപ്പോവില്ലേ? അപ്പൊ ഇത്രയും കാലം ഇപ്പൊ RSS ഈ ഓർഗനൈസർ ഈ കണക്കെടുപ്പ് നടത്തിയെന്ന് പറയുന്ന ഇന്നലെ വരെയുള്ള ഈ കാലഘട്ടത്തിൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഈ 2025 ഈ ഏപ്രിൽ മാസം 4-ാം തീയതി വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ സ്ഥാപനങ്ങൾ ഇവിടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരുടെയും കണ്ണുമൂടി കെട്ടിയിട്ട് നിലനിന്നതല്ലോ, മണ്ണിൽ കുഴിച്ചിട്ടതല്ലോ. ഇത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളല്ലേ. ഇത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അതിന്റെ ഗുണഭോക്താക്കൾ ന്യൂനപക്ഷ സമൂഹത്തിലെ അംഗങ്ങൾ മാത്രമായിരിക്കില്ല എന്നുള്ളത് സാമാന്യ ബോധത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, എവിടെയാണ് ക്രൈസ്തവർക്ക് മാത്രമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത്? ഞാനിപ്പോൾ ഈ തുക പറഞ്ഞവരുടെ, ഏക്കർ പറഞ്ഞവരോട് ചോദിക്കുന്നു, ഇതിന്റെ ഗുണഭോക്താക്കളുടെ ഒരു ഓഡിറ്റ് നടത്തുമോ നിങ്ങൾ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ RSSും ബജ്രംഗ് ദളും ക്രൈസ്തവരെ അടിച്ചാലും, മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകൾ ക്രൈസ്തവരെ അടിച്ചാലും അടിയുടെ വേദന ഒന്ന് തന്നെയാണ്. അത് ക്രൈസ്തവരുടെ മുതുകത്ത് വീഴുന്ന അടിയുടെ മാത്രമല്ല, അത് മുസ്ലിമിന്റെ മുതുകത്ത് വീഴുന്ന അടിയുടെയും, മാർക്സിസ്റ്റുകാരന്റെ മുതുകത്ത് വീഴുന്ന അടിയുടെയും, ഹിന്ദുവിന്റെ മുതുകത്ത് വീഴുന്ന അടിയുടെയും വേദന ഒന്ന് തന്നെയാണ്. അതല്ലേ നമ്മുടെ NV കൃഷ്ണവാര്യർ പാടിയത്, എങ്ങ് മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എന്റെ പുറത്താകുന്നു. ഈ ജബൽപൂരിൽ ക്രൈസ്തവരുടെ മുതുകത്ത്, ക്രൈസ്തവ പുരോഹിതന് മുതുകത്ത് അടി വീണപ്പോൾ മനസ്സുകൊണ്ട് വേദനിച്ച മുസ്ലിം സഹോദരങ്ങൾ ഈ നാട്ടിലുണ്ട്, ഹൈന്ദവ സഹോദരങ്ങൾ ഈ നാട്ടിലുണ്ട്, മറ്റ് പാർട്ടിക്കാർ ഈ നാട്ടിലുണ്ട്. ക്രൈസ്തവർക്ക് മാത്രമല്ല ഈ അടി കൊണ്ട് വേദനിക്കുന്നത്. മതേതര ബോധത്തിൽ ഈ ഒരു നാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കുചേരുന്ന എല്ലാ മനുഷ്യർക്കും ഇത്തരത്തിലുള്ള വക്രീകരിക്കപ്പെടുന്ന പ്രവർത്തന ശൈലികൾ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ശാരീരികമായ ആക്രമണത്തിന്റെ പേരിലാണ് ഇന്നിപ്പോൾ ഇത്രയും ശബ്ദം ഇവിടെ ഉയർന്നത്. എന്നാൽ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്, ഇവിടെ ശാരീരികമായ ആക്രമണങ്ങൾ മാത്രമാണോ ക്രൈസ്തവരുടെ പേരിൽ ക്രൈസ്തവർക്ക് നേരെ ഉയരുന്നത്? ശാരീരികമായ ആക്രമണങ്ങൾ മാത്രമല്ല, ഫിസിക്കൽ അറ്റാക്ക് മാത്രമല്ല, സൈക്കോളജിക്കൽ അറ്റാക്കുകൾ വരുന്നുണ്ട്, ഭീതിപ്പെടുത്തലുകൾ വരുന്നുണ്ട്, ഭയാശങ്കകൾ ഉണർത്തിവിടുന്നുണ്ട്.
അതുപോലെ തന്നെ ബൗദ്ധികമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, പല ലേബലിങ്ങുകൾ നടക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ പ്രവർത്തനങ്ങളെ പറ്റി, സ്ഥാപനങ്ങളെ പറ്റി, പ്രതീകങ്ങളെ പറ്റി, വിശ്വാസത്തെ പറ്റിയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിയമപരമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവരുടെ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ നിർമ്മിച്ചു വെക്കുന്നുണ്ട്. നിയമപരമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അർഹമായ തൊഴിൽ സാധ്യതകൾ നിരസിച്ചുകൊണ്ട് പലതരത്തിലുള്ള സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിൽ ക്രൈസ്തവർക്കും എല്ലാവർക്കും വേണ്ടി എതിരെ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഭൗതികമായ ശരീരത്തിന് കിട്ടുന്ന അടി മാത്രമല്ലല്ലോ നമ്മളെ വേദനിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്, സോഷ്യൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തെ നിർവീര്യമാക്കുകയോ അവരെപ്പറ്റി പൊതുസമൂഹത്തിൽ ഇന്നോളം അവരുടെ സൽപ്രവർത്തികൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ട മതിപ്പ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർ അതിൽ നിന്ന് മുതലാക്കുകയോ അങ്ങനെയൊരു ഭീതി ജനിപ്പിച്ച് ആരെങ്കിലും ഇവിടെ ന്യൂനപക്ഷങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവിടെ ശക്തി കൂടുതലുള്ള അധികാരം കയ്യിലുള്ളവരുടെ അടിമകളായി ഇരുന്നു കൊള്ളാം എന്നുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമുക്കിവിടെ ഈ ഒരു രാജ്യത്ത് സുസ്ഥിരമായ സമാധാനപൂർണമായ ഒരു